ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് 3 സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. നാളെ 11ഓളം സിനിമകൾ റിലീസ് ചെയ്യുക, സിനിമകളും സീരീസുകളായിട്ട് റിലീസ് ചെയ്യാണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ആഗസ്റ്റ് മാസം 22-ാം തീയതിയാണ്, നാളെ 23. ആഗസ്റ്റ് മാസം 23-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ബാക്കപ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ബ്ലഡ് ഫോർ ഡസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. വിരാജി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തതായിരുന്നു എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമ കൽക്കി എന്ന് പറഞ്ഞ സിനിമ. പാൻ ഇന്ത്യൻ മൂവിയാണ്. അപ്പോൾ ഈ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിലും ഹിന്ദി ഭാഷ നെറ്റ്ഫ്ലിക്സിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ട്രെൻഡിങ്ങിലാണ് ഈ ഒരു സിനിമ എന്നുള്ളത് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയായിരുന്നു സിനിമ. തിയേറ്ററിൽ കണ്ട ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് OTTയിൽ എന്തായാലും കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. എന്തായാലും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ 3 സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ആഗസ്റ്റ് മാസം 23-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു തമിഴ് മൂവിയാണ്. ഉണർവുകൾ തുടർക്കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആഹാ തമിഴ് വഴി ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. ദ ഫ്രോഗ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സീരീസ് നാളെ ഉച്ചയോടുകൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി മൂവിയാണ്. ഒരു ഇംഗ്ലീഷ് കോമഡി മൂവിയാണ്. ഇൻകമിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ നാളെ ഉച്ചയോടുകൂടി റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇൻ ദ ലാൻഡ് ഓഫ് സെയിന്റ് ആൻഡ് സിന്നേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രൈവ് എവേ ഡോൾസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് സ്വകാര്യം സംഭവ പോലെ എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് അതായത് നാളെ ആഗസ്റ്റ് മാസം 23-ാം തീയതി റിലീസ് ചെയ്യുന്ന മലയാള സിനിമ, ഒരേ ഒരു മലയാള സിനിമ മാത്രമേ ഉള്ളൂ. സ്വകാര്യം സംഭവ പോലെ എന്ന് പറഞ്ഞ സിനിമയാണ്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ഹിന്ദി സീരീസ് ആണ്. ഫോളോ കർലോ ER എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ടിക്ക് ഡാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത തമിഴ് എന്നുള്ളൊരു സിനിമയാണ്. ധനുഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ രായ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നത്. തമിഴ് ഭാഷ കൂടാതെ മറ്റ് ഭാഷയിലും മലയാളം ഭാഷയിലടക്കം റിലീസ് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും സിനിമകളാണ്, സീരീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ചിലപ്പോൾ ഇന്ന് രാത്രി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ചിലപ്പോൾ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾ കൽക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ആഗസ്റ്റ് മാസം 23 നാളെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാക്കപ്പ് ചാനലാണ് ചെയ്തിട്ടുള്ളത്, സബ് മീഡിയ എന്ന ചാനലാണ് ചെയ്തിട്ടുള്ളത്. കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ പുതിയ ചാനലിൻ്റെ ഒരു പേര് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും